ഹായ്, ഞാൻ ഇന്ന് ചാറ്റ് GPT ചോദിച്ചു, പ്രവാസികൾ NREs അല്ലെങ്കിൽ NROs എന്നൊക്കെ പറയുന്ന ഈ വ്യക്തികൾ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളവരാണ് എന്നറിയാം. ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചതാണ്. അപ്പോൾ ചാറ്റ് GPT പറഞ്ഞു, യെസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രവാസികൾ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ വളരെ വലിയ ഒരു റോള് തന്നെ വഹിക്കുന്നുണ്ട്. അപ്രോക്സിമേറ്റ്ലി GDP നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയുടെ 3 മുതൽ ഏകദേശം 5-6 വരെ ശതമാനം പ്രവാസികൾ നൽകുന്ന സംഭാവനയാണ് എന്ന് ചാറ്റ് GPT പറഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത കൗതുകത്തിന് വേണ്ടി ഒരു കാര്യം കൂടി ചോദിച്ചു. യെസ്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഇന്ത്യയിൽ നിന്നുള്ളത് ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? നിസ്സംശയം ചാറ്റ് GPT പറഞ്ഞു, കേരളത്തിൽ നിന്നാണ്. അതെ, നമ്മൾ തന്നെയാണ് ഹീറോസ്. കേരളത്തിൽ നിന്നാണ് 20% പ്രവാസികൾ കേരളത്തിൽ നിന്നാണ്, ഈ കുഞ്ഞു സംസ്ഥാനത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികളുള്ളത്. ഓക്കെ, അപ്പോൾ മൂന്നാമത് മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിച്ചു, ഈ പ്രവാസികളെ ഇല്ലാണ്ട് വെച്ചോ, ഒരു പ്രവാസികളും കാര്യം ഇപ്പോൾ ഓരോ കാര്യങ്ങളും അങ്ങനെയാണല്ലോ നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ രാജ്യത്തോട്ടും കയറാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ പോകാൻ പറ്റത്തില്ല, അവിടെ പോയിട്ട് വല്ല പ്രശ്നങ്ങളും. അപ്പോൾ ശരി, എല്ലാ പ്രവാസികളും കൂടി ഇന്ത്യയിലോട്ട് വന്നെന്ന് വെച്ചു. അപ്പം പ്രവാസികളെ ഇല്ലാത്തൊരു കാലഘട്ടം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എങ്ങനെ ബാധിക്കാം? ചുമ്മാ കൗതുകത്തിന് ചോദിച്ചായിരുന്നു. അപ്പോൾ പറഞ്ഞു, വളരെ ഗുരുതരമായിട്ട് തന്നെ ബാധിക്കും. അപ്രോക്സിമേറ്റ്ലി നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരു പുരോഗമനത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു 4 മുതൽ 6 വർഷം പുറകിലോട്ട് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഇപ്പോഴത്തെ ഒരു സമ്പദ് വ്യവസ്ഥ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കാം, ഇതിനേക്കാളും നമ്മളൊരു 5-6 വർഷം പുറകിലോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ അത്രത്തോളം നമ്മുടെ പുരോഗമനം ഇപ്പോൾ നമ്മളിപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മൾ 5G ആണ് അല്ലെങ്കിൽ 4G ആണെങ്കിൽ നമ്മളിപ്പം 2Gയിലുണ്ടായിരുന്ന 2G ആ ഒരു കാലഘട്ടത്തിലേക്ക്, അപ്പോൾ അത്രയും ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നമ്മൾ ഞൊടിയിടയിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു 5-6 വർഷം പിറകിലേക്ക് നമ്മൾ പോകും. അതുകൂടാതെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിലേക്ക് ഓരോ സാധനത്തിനും വില കൂടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 50 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സാധനം ചിലപ്പോൾ 100 രൂപ 150 രൂപ ഒക്കെ ആകാം, ഇങ്ങനെയൊക്കെയുള്ള സാധ്യതകൾ. അപ്പം പക്ഷെ ഞാൻ ചോദിച്ചു, അപ്പോഴും ചാറ്റ് GPT പറയുന്നുണ്ട്, ഇത് കാരണം ഇന്ത്യ മഹാരാജ്യം തകർന്നു പോകുമെന്നല്ല പറഞ്ഞത്, പക്ഷെ ഇത് ഇന്ത്യയുടെ ഗ്രോത്തിനെ നന്നായിട്ട് ബാധിക്കും. എങ്ങനെ? പ്രവാസികൾ എന്ന് പറയുന്ന ഈ ഒരു ജനസമൂഹം ഇല്ല എങ്കിൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ശരിയാ, പ്രവാസികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വളരെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിലും ഒരു ന്യായമായ രീതിയിൽ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇന്ത്യൻ മഹാരാജ്യത്തിന്. അതുമല്ല, പ്രവാസികൾ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ബിസിനസ്സും നേരെ ചൊവ്വേ നടക്കത്തില്ല. ഓക്കെ, അവിടെ ആൾക്കാർ പൈസ, ഇപ്പം വരവ് ചെലവുകളില്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിലല്ലേ സ്ഥലങ്ങൾ വാങ്ങിക്കത്തുള്ളൂ, വിൽക്കത്തുള്ളൂ, വീട് വാങ്ങത്തുള്ളൂ, വീട് വിൽക്കത്തുള്ളൂ, വീട് പണിയത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ വാഹനം വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ പൈസയേ ഇല്ല, വരുമാനം ഇല്ല എന്നുണ്ടെങ്കിലും പിന്നെ ഇതൊക്കെ കുറയത്തില്ലേ? അപ്പം നമ്മുടെ എല്ലാ മേഖലകളെയും ഇത് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു കൗതുകത്തിന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചതാണ്. പ്രവാസികൾ പലരും ഇപ്പോൾ ദൈവകൃപയാലെ ദൈവാനുഗ്രഹത്താൽ ഞാനിപ്പോൾ എൻ്റെ ഫാമിലിയോടൊപ്പം ഇവിടെ ആയിരിക്കുന്നു UAE. പക്ഷേ എത്രയോ പേരെന്നറിയാവോ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഓക്കെ, ഒരുപാട് കിടന്ന് കഷ്ടപ്പെടുക. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ഇപ്പം സുഹൃത്തുക്കളാകാം, വീട്ടിലെ അമ്മയാകാം, അപ്പനാകാം, മക്കളാകാം, ഭാര്യയാകാം, അങ്ങനെ സഹോദരങ്ങളാകാം, ഫ്രണ്ട്സ് ആകാം, എത്രയോ പേര് എല്ലാവരെയും പിരിഞ്ഞാണ് ഈ നാട്ടിൽ നിന്ന് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനും ഇതിൽ ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇതിലൊരു കുസൃതി എന്നുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിൽ പലപ്പോഴും ഇവർ ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ വീടിന് എന്നൊക്കെ. ഇപ്പം ഇവരില്ല, പ്രവാസികളില്ലെങ്കിൽ രാജ്യം കൊളാപ്സ് ആവാം. അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ സംസ്ഥാനത്തെ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കും. കാര്യം 20% അംഗങ്ങളുള്ള നമ്മുടെ കേരളത്തിൽ നിന്നാണല്ലോ പ്രവാസികളുള്ളത്. പോട്ടെ, സംസ്ഥാനത്തെ ബാധിച്ചില്ലെങ്കിൽ പല വീടുകളെയും ഇത് വളരെ നന്നായിട്ട് ബാധിക്കും, അല്ലേ? അപ്പോൾ ഇവർ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇവർ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഇവരൊന്ന് കഴിച്ചോന്നോ, ഇവരൊന്നുണ്ടോന്നോ, ഉറങ്ങിയോന്നോ, സുഖമായി ഇരിക്കുന്നോന്നോ, എങ്ങനെ ഉണ്ടെന്നോ പോലും ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും ഇവരോട് ചോദിക്കാറില്ല. ഇവരങ്ങോട്ട് കോൾ ചെയ്ത് ഇവരുടെ തിരക്കെല്ലാം കഴിഞ്ഞ്, ജോലിയെല്ലാം കഴിഞ്ഞ്, ഈ പ്രവാസികൾ എന്ന് പറയുന്ന കൂലിപ്പണിക്കാർ, അങ്ങനെ തന്നെ പറയണം, ഇവരൊക്കെ വീട്ടിൽ വന്നിട്ട് പിന്നെ ടൈം ടേബിൾ വെച്ച് അല്ലെങ്കിൽ എഴുതി വെച്ച് ലിസ്റ്റ് അനുസരിച്ചാണ് വീട്ടിൽ വിളിക്കണം.
ഭാര്യയെ വിളിക്കണം, മക്കളെ വിളിക്കണം, അമ്മയെ വിളിക്കണം, അപ്പനെ വിളിക്കണം, സുഹൃത്തിനെ വിളിക്കണം, സഹോദരങ്ങളെ വിളിക്കണം. ഇങ്ങനെ ഓരോരുത്തരെ വീതം വിളിക്കണം. ഇവരങ്ങോട്ട് വിളിക്കുമ്പോഴാണ് എങ്ങനെ ഉണ്ടടാ, അല്ലെങ്കിൽ നീ കഴിച്ചോ എന്നൊക്കെ ചോദിക്കണം. പക്ഷേ തിരിച്ചിങ്ങോട്ട്, അപ്പൊ ഞാൻ ഇത് ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരുടെ കാര്യം പറയട്ടെ, എല്ലാവരും അങ്ങനെ ആണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ബഹുഭൂരിപക്ഷം ഇവരങ്ങോട്ട് വിളിച്ചിട്ടല്ലാതെ ഇവരെ ആരും ഇങ്ങോട്ട് വിളിക്കാറ്. നിങ്ങൾ ആ വിഭാഗത്തിൽ പെട്ടതാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. അപ്പോൾ ഇവരങ്ങോട്ട് വിളിക്കണം. അപ്പം ഞാനിത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇത്രയൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവരെ അന്വേഷിക്കാൻ ആരും ഇല്ലെന്നേ. അപ്പോൾ ഇവരുടെ മനസ്സിൽ ഭയങ്കര ഒരു ഭാരവും വിഷമവും ഉണ്ടെന്ന്. ഇവർ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴേ അത് നമ്മൾ അറിയത്തില്ല. നിങ്ങൾ അവിടെ നാട്ടിൽ നിൽക്കുന്നവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം നിങ്ങൾക്ക് ചുറ്റിനും ആൾക്കാരുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ട്, ബന്ധുക്കളുണ്ട്, ഫ്രണ്ട്സുണ്ട്, എല്ലാവരും ഉള്ളതുകൊണ്ട് നിങ്ങളിന്ന് അറിയുന്നില്ല ഈ ഒറ്റപ്പെടലിൻ്റെ ഒരവസ്ഥ. പക്ഷേ ഈ പ്രവാസ ലോകത്തിലായിരിക്കുന്ന പലരും ഉണ്ടല്ലോ, അവരിത് ഒറ്റ നിൽക്കുമ്പോഴല്ലോ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, അവരെയൊക്കെ മാക്സിമം വിളിക്കാറുണ്ട്. പക്ഷെ ഇവരെ വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടും ഒരു മെസ്സേജ് അയക്കാം, ഇങ്ങോട്ടും ഒരു മെസ്സേജ് ചോദിക്കാം, എടാ നീ കഴിച്ചോടാ, ഇത് സുഖമാണോടാ, എടാ എൻ്റെ കൂട്ടുകാരാ എന്തുകൊണ്ടാ വിശേഷം, എടാ എന്നാ ഉണ്ടോടാ വിശേഷങ്ങൾ, മോനെ എന്നാ ഉണ്ടോടാ വിശേഷങ്ങൾ, മോനെ നീ കഴിച്ചോ, നീ ഉണ്ടോ ഉറങ്ങിയോ, മോളെ നീ കഴിച്ചോ ഉണ്ടോ ഉറങ്ങിയോ എന്നൊക്കെ ചിലപ്പോൾ ഇങ്ങോട്ടൊന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ, അപ്പനമ്മമാരാണെങ്കിൽ അങ്ങനെ, മോളെ എന്നാ ഉണ്ടോ വിശേഷങ്ങൾ അതൊക്കെ പറഞ്ഞ് ഇങ്ങോട്ടൊരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഇവർക്കും ചിലപ്പോഴൊക്കെ ഒരു ചെറിയൊരു കുളിർമയൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഇത് എല്ലാവരുടെ കാര്യമല്ല, ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ഒരു ബഹുഭൂരിപക്ഷം, ന്യൂനപക്ഷമല്ല, ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരുടെയും ഒരവസ്ഥയാണ്. എല്ലാ പ്രവാസികളും ഇതുപോലെയാണ്. അങ്ങോട്ട് വിളിച്ചാലേ അവർക്ക് റിപ്ലൈ ഉള്ളൂ. അല്ലാതെ ഇവരുണ്ടോ ഉറങ്ങിയെന്ന് അവിടെ നിന്ന് ഇങ്ങോട്ടൊരു റിപ്ലൈ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങളും ആ വിഭാഗത്തിൽ പെട്ടതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെസ്സേജൊക്കെ അയക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു പ്രവാസ ലോകത്ത് കിടന്ന് കഷ്ടപ്പെടുക. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഒരു മെസ്സേജ് അയക്കുക. ഓക്കെ, താങ്ക് യു.